രണ്ടുപേരെയും കാണാനില്ലെന്നേ. രണ്ടുപേരും കൂടി ഇവിടുന്ന് ഒരുമിച്ച് മുങ്ങിയതാ. എങ്ങോട്ട് പോയതായിരിക്കും? ഒന്നും പറഞ്ഞില്ലല്ലോ അവൻ. ബ്രോ, നിനക്കെന്തെങ്കിലും അറിയോ? എനിക്കറിഞ്ഞൂടാ. വന്ന് തൃശൂൽ ഇത് സ്ഥിരമാക്കിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല. അത് ശരിയാ. അവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവനത് വിഷമാവുകയും ചെയ്യും. ദിഗ്വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയുന്ന പോലെ കേട്ടേനെ. എന്താന്ന് വെച്ചാ അച്ഛനെന്ന് വെച്ചാ അവന് ദൈവത്തെ പോലെയാ. എന്ന് വെച്ചാ അമ്മായി പറയുന്നത് അളിയൻ വീട്ടിലേക്ക് തിരിച്ചു വന്നാ എല്ലാം ശരിയാവുന്നായിരിക്കും അല്ലേ? അയ്യോ, അളിയൻ എപ്പോ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്തോ. ആദ്യം തൃശൂലും ശിവാനി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്ക്. കളിയാണ്. അവനെ അങ്ങ് കൊന്നുകളയാമെന്ന് കരുതിയോ നീ? മുഖം നോക്കാതെ കൊല്ലാൻ പോയാൽ നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. വീണ്ടും വീണ്ടും ഇമോഷണലായി സംസാരിച്ച് എന്നെ അടക്കാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്കതൊരിക്കലും സാധിക്കുകയുമില്ല. നീ ആദിശേഷനെ കൊന്നാൽ പാപം ഇനിയും കൂടും. പാപം കൂടുമെന്നോ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. ഒരുപക്ഷെ നിനക്ക് വേണ്ടപ്പെട്ട രൂപത്തിലാണ് ആദിശേഷനെങ്കിൽ അപ്പോൾ നീ എന്തു ചെയ്യും? ഈ രോഷം ആ സമയത്തും ഉണ്ടാകുമോ? ഏയ്, എനിക്ക് വേണ്ടപ്പെട്ടവരല്ല, എന്റെ രക്തമായാൽ പോലും അവരെ ഞാൻ ജീവനോടെ വിടില്ല. എന്തു വലിയ പാപിയാണ് നീ! നിനക്കിനി ജീവിക്കുവാനുള്ള അർഹതയില്ല. നീ മരിക്കേണ്ടവനാണ്. എന്നെ കൊല്ലാമെന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണ്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ വെച്ച് മരിക്കാൻ പോകുന്നത് നിങ്ങളും ആദിശേഷനുമായിരിക്കും. ഓഹോ, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലേ? ആദിശേഷനെ കൊല്ലാം, അവൻ മരിക്കുമെന്നുള്ള സ്വപ്നം നീ ആദ്യം അങ്ങ് മറന്നേക്ക്. അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക്. കഴിയും. അവൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും. അതിന് നിങ്ങളെ കൊന്നാൽ മതി എനിക്ക്. അങ്ങനെയോ? എന്നെ കൊല്ലുന്നത് കൊണ്ട് നിനക്കെന്താ പ്രയോജനം? ആദിശേഷൻ നിങ്ങളുടെ ശക്തി കൊണ്ടല്ലേ സർപ്പരൂപത്തിലായിരിക്കുന്നത്. നിങ്ങളെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന ദിഗ്ബന്ധനം അതോടെ അവസാനിക്കും. ആദിശേഷൻ മനുഷ്യരൂപത്തിലേക്ക് മാറും. എനിക്ക് വേണ്ടതും അതുതന്നെയാണ്. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? നിനക്ക് എന്നെ കൊല്ലുവാനാകില്ല. അഥവാ എന്നെ കൊന്നാലും ആദിശേഷനെ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അവന്റെ മുഖം കാണാൻ പോലും നിനക്ക് കരുത്തില്ല. അതെന്താ? നീ ആദിശേഷന്റെ അടുത്ത് പോകും മുൻപേ നീ മരണം വരിച്ചിരിക്കും. ഒരിക്കലും സംഭവിക്കില്ല. അവനിപ്പോൾ മയക്കത്തിലല്ലേ? ആയിരിക്കാം, പക്ഷേ അവനെ രക്ഷിക്കാനുള്ള കഴിവുകൾ അവനിൽ തന്നെയുണ്ട്. രക്ഷിക്കാനുള്ള കഴിവുകളോ? എന്താ അത്? നീ കഴിഞ്ഞ ജന്മത്തിൽ കൊന്നുകളഞ്ഞ ആദിശേഷന്റെ പ്രണയിനി. നിന്നെ വധിക്കുവാനായി ശപഥമെടുത്ത് ഭൂമിയിൽ അവതരിച്ച ഇച്ഛാധാരി നാഗറാണി. നാഗറാണിയോ? ആ, ആദിശേഷന്റെ രക്ഷാ കവചം അവളാണ്. നാഗറാണിയും വരുന്നുണ്ടെന്നോ? വരുന്നുണ്ടെന്നല്ല, വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താ തേടുന്നത്? ഞാൻ വിളിച്ചപ്പോൾ അവൾ കൂടെ വന്നിട്ടില്ല. പക്ഷേ എല്ലാം കണ്ടറിഞ്ഞവൾ വരുന്നുണ്ട്. എവിടെയാണവള്? പുറത്തുണ്ട്. അകത്തേക്ക് വന്നില്ലെന്ന് മാത്രം. എന്റെ ദിഗ്ബന്ധനത്തിൽ പുറത്തു തന്നെയുണ്ട്. അവളെന്തിനാ അവിടെ നിൽക്കുന്നത്? ഈ ദർഗയിൽ എന്റെ അനുവാദം കൂടാതെ ആർക്കും പ്രവേശിക്കുവാൻ കഴിയില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ വന്നത്? ത്രയംബകന്റെ ആശീർവാദമാണ് നിനക്ക്. എന്താ, എന്നെ കൊല്ലണോ? വാ, കൊല്ല്, വന്നു കൊല്ല്. എന്നെ കൊന്നുകഴിഞ്ഞാൽ
ആദിശേഷന്റെ മുഖം പോലും നിനക്ക് കാണാൻ കഴിയില്ല. ഞാൻ വെച്ച ദിഗ്ബന്ധനത്തിന്റെ സമയം കഴിയാറായിരിക്കുന്നു. അപ്പോൾ നാഗിനി സാവധാനം അകത്തേക്ക് വരൂ. ഒരു വശത്ത് നാഗറാണി, മറുവശത്തതാ ആദിശേഷൻ. രണ്ടുപേരുടെയും വിഷം നിന്റെ ശരീരത്തിൽ കയറും. ഇല്ല, ഇല്ല, അത്ര എളുപ്പത്തിൽ ഞാൻ തോൽവി സമ്മതിക്കില്ല. ഒരു കാരണവശാലും അവരെ രണ്ടുപേരെയും ഞാൻ വിടില്ല. കൊന്ന് കൊലവിളിക്കും ഞാൻ അവരെ. അന്ന് ത്രയംബകൻ നിനക്ക് നൽകിയ ചൂർണം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ആദിശേഷനെ കൊല്ലുവാൻ കഴിഞ്ഞു. ഇപ്പോ എന്തുണ്ട് നിന്റെ കയ്യിൽ? നാഗറാണിയെയും ആദിശേഷനെയും ഒന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക്. ചൂർണം കയ്യിലില്ലെങ്കിൽ എന്താ? ഞാൻ പൂജിക്കുന്ന നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് അവരെ ഇല്ലാതാക്കാൻ സാധിക്കും. നാഗമാണിക്യത്തിന്റെ ശക്തി അതെങ്ങനെ കിട്ടി നിനക്ക്? 23 വർഷങ്ങൾ കൊണ്ട് അല്പാൽപമായി സിദ്ധിച്ചതാണ് ഞാൻ നാഗമാണിക്യത്തിന്റെ ശക്തി. അത് മതി എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കാൻ. നിങ്ങളുടെ കഥ കഴിക്കുന്നതിന് മുൻപ് ഞാൻ സിദ്ധിച്ചിരിക്കുന്ന ശക്തി കൊണ്ട് ഈ ആദിശേഷന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കാം. എന്തിനാ ഇങ്ങനെ ചെയ്തേ? എന്റെ ശക്തി എന്തിനാ തടഞ്ഞേ? ഇതൊരു പവിത്രമായ സ്ഥലമാണ്. ഞാൻ ഇവിടെയാണുള്ളത്. ഇവിടെ നന്മയ്ക്ക് മാത്രമേ ഇടമുള്ളൂ. മറ്റ് ശക്തികൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. എന്റെ ശക്തി ഇവിടെ പ്രയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദിഗ്ബന്ധനത്തെ മറികടന്ന് ആ നാഗറാണിയുടെ മേൽ പ്രയോഗിക്കും. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് ആദ്യം അവളുടെ കഥ അവസാനിപ്പിക്കും. അമ്മേ, എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തൃശൂലിനും ശിവാനിക്കും എന്തെങ്കിലും അനർത്ഥം? അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, നീ സമാധാനിക്ക്. ചേച്ചി ഇങ്ങനെ ഇടന്ന് കരയൊന്നൊന്ന് നിർത്തിയിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആയി. ഇവിടെ അങ്ങോട്ട് മാറ്റിയിരുത്തിട്ട് അവിടെ നിരുന്നേ. ടെൻഷനാവെന്ന് കാണുമ്പോ തൃശൂലിനെ സ്ഥിരമായിട്ട് കാണാതാവോ എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോ. ഗോവിന്ദ, നിനക്ക് എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് ഒരു ദിവസം ഇതുപോലെ ശിവാനിയെ വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് പോയവൻ ശരീരം മുഴുവനും മുറിവുമായിട്ടാ തിരിച്ച് വീട്ടിലെത്തിയത്. ഓർമ്മയില്ല നിനക്കത്? ഇന്നിനി എന്ത് സംഭവിക്കൂ എന്തോ. മോം, ഇന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന എന്തിനാ വിചാരിക്കുന്നേ? കൂളായിട്ടിരിക്കും. എല്ലാവരും അവളെ സമാധാനിപ്പിക്കുന്ന നിർത്തിയിട്ട് തൃശൂൽ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കാൻ നോക്ക്. അവൻ എവിടെയാണെന്ന് അറിഞ്ഞാലെങ്കിലും ഇവിടെ മനസ്സിനൊരു സമാധാനം കിട്ടൂല്ലോ. ത്രിവിക്രമ, അവനെ ഒന്ന് വിളിച്ചു നോക്കി. അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ ഇനി ഞാൻ തന്നെ വിളിക്കണമല്ലേ?
ബ്രോ തൃശൂൽ ബ്രോ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നെ. ഛേ ത്രിവിക്രം, ശിവാനി ഒന്ന് വിളിച്ചു നോക്കിയേ. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. അല്ല, വീട്ടിലുള്ള ഒരാളെ കാണുന്നില്ലെന്ന് വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ടെൻഷൻ അടിക്കുന്ന അനുസരിച്ച് മുഖത്ത് ഏജ് കൂടുതൽ തോന്നിക്കും. ഫേസ് ഒരിക്കലും ഫ്രഷ് ആയിരിക്കില്ല. അതെ എന്ന് വെച്ച് നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അവസാനം ബ്യൂട്ടി പാർലറിൽ പോകാൻ ഞാൻ തന്നെ കാശ് തരേണ്ടി വരും. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നുണ്ട്. ഓരോ നിമിഷം കഴിയുന്തോറും ആ പേടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഗോവിന്ദ, ചെല്ലു മോനെ, അവൻ എവിടെയാണെന്ന് നീ ഒന്ന് പോയി അന്വേഷിക്ക്. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ. കളഞ്ഞു പോകാൻ അവരെന്താ കൊച്ചു കുട്ടികളാ? എവിടെയെങ്കിലും പോയി കറങ്ങിട്ട് അവർ തിരിച്ചു വരും. ഗോവിന്ദ, ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. ഒന്ന് ചെല്ലു ഗോവിന്ദ, എസ്റ്റേറ്റിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വാ നീ. ശരി, വിട് ചേച്ചി. ചേച്ചി ഒന്ന് സമാധാനിക്ക്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇവരെല്ലാരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് ഇനി തൃശ്ശൂലിന് ശരിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച തൃശ്ശൂൽ ഇനി ഇല്ല എന്നുള്ള വാർത്ത കേട്ടാ I'll be the happiest man in the world. എന്റെ ശത്രുവിന്റെ ചാപ്റ്റർ ക്ലോസ്. എന്തിനാ നിങ്ങൾ എന്നെ തടഞ്ഞത്? എന്റെ ദിഗ്ബന്ധനം താണ്ടി നിനക്ക് പുറത്തു പോകാൻ കഴിയുകയില്ല. നാഗറാണി ആരാണെന്നറിയുവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്ക് നിങ്ങളുടെ ദിഗ്ബന്ധനത്തെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ? ഇവിടെ തന്നെ ഒരു ദർപ്പണം സൃഷ്ടിച്ച് ആ ദർപ്പണത്തിലേക്ക് നാഗറാണിയെ വിളിച്ചു വരുത്തും ഞാൻ. അതിവിടെ തരൂ. ഇതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്കെതിരായി ശക്തി പ്രയോഗിക്കുന്നത്? ഇനിയൊന്ന് പ്രയോഗിക്കേ, കാണട്ടെ. എന്റെ മേൽ അധികാരം കാണിക്കുന്നു. നാഗറാണി ആരാണെന്ന് അറിയണമോ നിനക്ക്? വന്ന് കാണ്. നാഗറാണിയുടെ മുഖം എനിക്ക് കാണിച്ചു തരുമോ? കാണാൻ സാധിക്കുമോ എനിക്ക്? നോക്ക്, നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. 23 വർഷങ്ങളായി നീ ആരാണെന്ന് അവൾക്കും അറിയില്ല, അവൾ ആരാണെന്ന് നിനക്കും അറിയില്ല. രണ്ടുപേർക്കും കണ്ടുമുട്ടുവാനുള്ള സമയമിതാ സമാഗതമായി. നോക്ക് നാഗറാണി. തൃശ്ശൂലിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പൊ അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അതോ ഇനി എന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം അവനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവോ? വീണേ, നീ ശിവാനി ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കി. ആമാം.
മോം നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. ചേച്ചി ചേച്ചി, നമ്മുടെ കഥ കഴിഞ്ഞു ചേച്ചി. ഇത്രയും കാലം സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഇനി മുതൽ സമാധാനം ഉണ്ടായിരിക്കില്ല, ഉറക്കം ഉണ്ടായിരിക്കില്ല. എന്താടാ, എന്ത് പറ്റി? ചേച്ചി കഴിഞ്ഞു ചേച്ചി, എല്ലാം കഴിഞ്ഞു. ഈ വീട്ടില് പാമ്പ് വന്നു. പാമ്പോ? നീ എന്താ പറയുന്ന ഗോവിന്ദ? അതെ അമ്മായി, ഈ വീട്ടില് പാമ്പിന്റെ ശല്യം വീണ്ടും തുടങ്ങി. ചേച്ചി, പാമ്പ് വീണ്ടും ഇങ്ങോട്ട് വന്നു ചേച്ചി. എന്റെ അങ്കിളെ, നിങ്ങൾ പേടിച്ചു എന്ന് കരുതി ഞങ്ങളെ എല്ലാവരും എന്തിനാ പേടിപ്പിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാങ്ങളെ. തൃശ്ശൂരിനെ അന്വേഷിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയില്ലേ, ഞാൻ ആ ഗേറ്റ് കടന്ന് പോയില്ല. അതിനു മുൻപ് പാമ്പിനെ കണ്ടോ നിങ്ങള്? പാമ്പല്ല, പാമ്പിന്റെ തോല്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പാമ്പിന്റെ തോലോ? അയ്യോ ഭഗവാനെ, വീണ്ടും പാമ്പ് വരികയാണല്ലോ. ഇനി ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്തോ. ചേച്ചി, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എവിടേക്കും പോവില്ല. ആ പാമ്പേ ഈ വീടിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് ഇപ്പോ. ഇവിടെ തന്നെ തോലുണ്ടെങ്കിൽ അത് ഒരുപാട് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു പാമ്പിന്റെ പടം കണ്ടിട്ടാണോ ഇത്രയധികം ടെൻഷൻ അടിച്ചേ? കം ഓൺ. അയ്യോ, പാമ്പിനും ഈ വീടിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പാമ്പ് വന്ന് നമ്മളെ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. ഈയിടെ ആയിട്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത്. വീണ്ടും ഇങ്ങോട്ട് വന്നെന്ന് പറയുമ്പോ. ഈ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കുറച്ച് സമാധാനം കിട്ടിയേനെ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. തൃശ്ശൂലും ശിവാനിയും വീട്ടിലില്ല. എവിടെ പോയതാണെന്നും അറിയില്ല. പാമ്പുകളാണെങ്കിൽ ഈ വീടിന് ചുറ്റും ഉണ്ട് താനും. ഇനി അവർക്കെങ്ങാനും. അമ്മേ, ഒന്നും സംഭവിക്കില്ല മോളെ, നീ പേടിക്കണ്ട. ഇവിടെയുള്ള എല്ലാവരും എന്താ ഈ പാമ്പിന്റെ കാര്യം പറയുന്നേ? ഇനി ആ പാമ്പ് തൃശ്ശൂരിന് വല്ലതും ചെയ്തിട്ടുണ്ടാവും. അധികം വൈകാതെ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ആ വാർത്തയൊന്നിങ്ങും വന്നോട്ടെ. അത് കഴിഞ്ഞ് ഞാനും ശിവാനിയും സന്തോഷമായിട്ട് ജീവിക്കും. മുഖമെവിടെ? മറുവശം നോക്ക്. എന്നെ കളിപ്പിക്കുന്നോ? ഞാനെന്താ കളിപ്പാവയാണെന്ന് കരുതിയോ? യാ അല്ലാ, ഞാൻ അങ്ങനെ കരുതാനോ? ഒരിക്കലുമില്ല. ഈ വശത്തേക്ക് വാ, എന്നിട്ട് നോക്ക് നീ.